പെട്ടെന്ന് ഒരു ദിവസം എന്തോ ഒരു എൻ്റെ വീട്ടിൽ ലോൺ എടുത്തിരുന്നു. എൻ്റെ ചേട്ടന്മാർ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് വരുന്നു. അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ല. 5500 രൂപ എന്താണ് 3000 രൂപയോ 4000 രൂപയോ എടുത്തിരിക്കുന്നത്. പിന്നെ എന്തോ ഇതെല്ലാം കൂടി ആയിട്ട് 5500 രൂപയായിനെന്നും പറഞ്ഞ് നോട്ടീസ് നിന്ന് ജപ്തി ചെയ്യാൻ പോകുന്നുണ്ട് മറ്റാ പറയാം. അപ്പം നമ്മളെ കയ്യിൽ എവിടെ എത്തുക? എൻ്റെ ഇത് ഇവരിപ്പോൾ എത്ര തരുന്നതെന്നുള്ളത് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിജയേട്ടനോട് പറഞ്ഞു, വിജയേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണം, അങ്ങനെ ലോൺ എടുത്തിട്ട് അതിൻ്റെ ഇതിന് കെട്ടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ചോദിച്ചു എത്ര വേണ്ടത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു 5500 റുപ്യ കെട്ടിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പ്രോബ്ലം തീരുമെന്നാണ്. നീ പോകുമ്പം തരാം. ഹാബോ ലോട്ടറി അടിച്ച മാതിരി തരാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ശമ്പളത്തിൽ പിടിച്ചോളൂ കണ്ടു, എനിക്ക് തരുമ്പോൾ അത് കട്ട് ചെയ്താൽ എത്രയാന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ അവസാനമാകുമ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഞാൻ കരഞ്ഞും കൊണ്ട് നാട്ടിൽ പോയത്. എങ്ങനെ സന്തോഷം കൊണ്ട് ഈ 5500 രൂപയും തന്നു വീടിന്. അങ്ങനെ ആ പൈസ എടുത്തിട്ട് ആദ്യം കൊണ്ടുപോയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ഇതൊക്കെ. അപ്പം എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ഈ പൈസയൊക്കെ കയ്യിൽ ഇങ്ങനെ എത്രയും പൈസ ആദ്യമായിട്ട് കിട്ടിയല്ലോ എന്നുള്ള അതിൽ സന്തോഷം ഭയങ്കരം. അതെല്ലാം കഴിഞ്ഞു വീണ്ടും തിരിച്ചു വന്നു. ഈ മുരളിക്കൊന്നും ആയൊന്നുമില്ല. അപ്പം ഈ മുരളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട ഇട്ടത്. ഇതാണ് സംഭവം. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കട ചെയ്തിരുന്നത്, മുരളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യുന്നറിയോ, മുരളിക്ക് വേണ്ടിയിട്ട് കട അതായത് ഞങ്ങൾ ഒരുമിച്ചല്ലേ. എന്നെ വിളിച്ചു കൊണ്ടുവന്ന ആൾക്ക് ഇതില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നീ ധൈര്യമായിട്ട് ചെയ്യ്, ഞാൻ നിന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന് ആരെ പറയാം അങ്ങനെ ഒരാൾ. അപ്പോൾ അത്രയും ഞാൻ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഇതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് ഇപ്പോഴും എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുണ്ട്. മുരളി ഇപ്പോഴും ഉണ്ട്, പാർട്ട്ണറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മുരളി ഈ കട സ്വന്തമായിട്ട് കട ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഈ മീനെടുക്കുന്ന ആൾ, അപ്പം ഞങ്ങൾ വിജയേട്ടനോട് പറയും, വിജയേട്ടാ ആ കട എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് ചെയ്ത ആ കട വിലയ്ക്ക് എടുക്കൂ, എടുത്തിട്ട് മുരളിക്ക് ഒരാൾ കോഴി ഒരാൾ മീനും വിറ്റോട്ടെ, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതെല്ലാം പറയണ്ടല്ലോ. അവർക്ക് അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുത്താൽ ഇവരെ കിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർ ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ആ ഇതിൽ തന്നെ ഇങ്ങനെ അടിമയായിട്ട് നിൽക്കണം എന്നുള്ളതിൽ അതിൽ പെട്ടു. വർഷങ്ങളോളം അതിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് നമ്മളെ അപ്പോഴത്തേക്കും ഏച്ച് വരികയല്ലേ, ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഇത് കഴിയല്ലേ. ഇനി എന്താ ചെയ്യുക, വിജയേട്ടനാണെങ്കിൽ ഒന്നും ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല. ആരോട്, മുരളിനോട് പറയാം. അപ്പം മുരളി ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും പിടിയില്ല. പിന്നെ മുരളി ഒരു മാനസികമായിട്ട് ഇങ്ങനെ എന്തോ ഇതായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയാം, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, 100ൻ്റെ അടുക്കൽ ഇപ്പം നമ്മൾ കച്ചവടം ചെയ്യുന്നില്ല കാര്യം ഇതിലല്ലേ, അവരെടുക്ക് പോയിട്ട് ആ കട വേണമെന്ന് പറയും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഒരു ധൈര്യമൊക്കെ കൊടുത്തു. അപ്പം ആ കട ആ ധൈര്യം കൊടുത്തിട്ട് ഈ 100 എന്ത് പറഞ്ഞു എന്നറിയോ, ശരി എന്നാൽ നിങ്ങൾ തന്നെ എടുത്തോളി കട പറഞ്ഞു. അപ്പം എന്നാൽ വിജയേട്ടൻ്റെ അടുക്കൽ നമ്മൾ പോയി പറയാം 100ൻ്റെ കട വെക്കുന്നുണ്ട്, ഒന്ന് വാങ്ങിച്ചെറിയെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ അടുക്കൽ തന്നെ വരുള്ളൂ, അപ്പം വിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കലല്ല. അപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഉള്ളൂ എന്നുള്ളൊരു ധാരണയാണ്. ഈ പുള്ളിക്കാരൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുകയാണ് ഈ 100 ഈ കട. എന്തിനറിയോ, ഇവൻ്റെ അടുക്കുന്ന തന്നെ മീൻ എടുക്കണം ഇവൻ്റെ. എന്നിട്ട് ഈ കട ഞങ്ങളെ കടേനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കട തുറക്കും. പക്ഷെ ഇവൻ്റെ കട തുറക്കലും അടയ്ക്കലും കയറിയിട്ട് ഒരു 4-5-7 പേരോളം വന്ന് അടച്ചു പോയിട്ടുണ്ട് അപ്പോഴേക്കും. അപ്പം വിജയേട്ടനാണെങ്കിൽ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കും മുരളിക്ക് 31 വയസ്സെന്തോ കഴിഞ്ഞു. 31 വയസ്സായപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല, അങ്ങനെയെന്നൊക്കെ പറയാം. അപ്പോൾ വിജയേട്ടനോട് ഒരു ദിവസം ചോദിച്ചു, വിജയേട്ടാ കാരണം ഇത്രയും കാലം ഇവരൊക്കെ നിങ്ങളോട് ഒപ്പത്തിനൊപ്പം നിന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലും ഒരു വഴിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ വിജയേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ കല്യാണം നാട്ടിൽ. അപ്പം വിജയേട്ടൻ പോയില്ല, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പം ഞാനും വിജയേട്ടനും മുരളി മാത്രമുണ്ട്. മുരളിൻ്റെ അനിയൻ ദാസനും ഉണ്ട്. അപ്പം ഞാൻ കളക്ഷൻ രാത്രി എല്ലാ ദിവസവും ഞാൻ കളക്ഷന് പോകണം. MG റോഡ് കംപ്ലീറ്റ് കറങ്ങിയിട്ട് കളക്ഷൻ ചെയ്ത് തരുന്ന സമയത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു, വാ ഇരിക്കുകയാണ്, എവിടേക്കാണ് ആ കളക്ഷനാണ്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയേണ്ടി പറഞ്ഞു. എന്ത് ചോദിച്ചു, എനിക്ക്
അവർ ചില കാര്യങ്ങൾ പറയാൻ ഇരിക്കുന്ന പറഞ്ഞു. ഒരു ബിയറിൻ്റെ ബോട്ടിലൊക്കെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതും കഴിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഈ സ്വരം നന്നാകുന്നതിൻ്റെ മുമ്പേ പാട്ട് നിർത്തണം, അതുകൊണ്ട് എനിക്കിപ്പോൾ വയസ്സൊക്കെ ആയി, ഇനി നിങ്ങളൊക്കെ നോക്കി നടത്തണം, അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ശരി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തേ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ചേട്ടാ? അല്ല, നീയും വന്നിട്ട് കുറേ കാലമായില്ല ഞങ്ങളോടൊപ്പം, നിനക്ക് എന്തെങ്കിലും ഒരു ഇതാവേണ്ട ചോദിച്ചു. അങ്ങനെ ആ കട എനിക്ക് അയാൾ അന്ന് ഇന്നും അയാൾ മരിച്ചുപോയി, പക്ഷെ ഇന്നും അയാൾ ആ തന്ന ചാവിൻ്റെ ഇതുകൊണ്ട് ഞാൻ വന്ന് കടയ്ക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസും കിട്ടി. പിറ്റേന്ന് 89 നവംബർ 19 20 കട ഓപ്പണാക്കി. 20 കട ഓപ്പണാക്കി. അപ്പം ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അപ്പം ഏതെങ്കിലും ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ആ പണ്ട് ഉണ്ടായിരുന്നത്, അയാൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ദാമോദരൻ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാൾ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഒരു ദിവസം നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് എത്ര ഉറുപ്പ്യ കിട്ടും? അയ്യോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേമാതിരി ചിലവ് ചെയ്യാനും പറ്റില്ല, വണ്ടിക്ക് തന്നെ ചിലവായി പോവുകയാണ്. അപ്പോൾ വീട്ടിലെ ചിലവിന് എത്ര ഉറുപ്പ്യ വേണം നിങ്ങൾക്ക് ഒരു ദിവസം? 50 രൂപ വേണം. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കേണ്ട, 50 രൂപ കടയിൽ നിന്ന് എടുക്കാം, ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതാക്കും, നമുക്ക് രണ്ടുപേർക്കും കൂടെ നോക്കാം കട എന്ന് പറഞ്ഞാൽ അയാളെയും വിളിച്ച് കടയും ഓപ്പൺ ആക്കി. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എൻ്റെ സെൽഫ് ഇതിൽ. ആ സമയത്താണ് നിങ്ങൾ പറഞ്ഞ ഈ അമ്മേൻ്റെ മുലപ്പാൽ കുടിച്ചതൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്നാണ് കഷ്ടം ഇങ്ങോട്ട് എന്താണെന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ടല്ല ചെയ്യുന്ന സമയത്താണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുക. തീർച്ചയായിട്ടും മനസ്സിലായോ? ആരും പൈസ സഹായിക്കാനില്ല. പക്ഷേ ഒരു ഹോട്ടലിലുള്ള ഒരു ശാന്ത് ഷെട്ടി എന്ന് പറഞ്ഞ ഒരു മാംഗ്ലൂർക്കാരൻ 10,000 രൂപ വന്ന് ആ 10,000 രൂപേനെ കൊണ്ട്, കാരണം ആരാ 10,000 രൂപ തരിക ഒരു ഇതുമില്ലാണ്ട്? തീർച്ചയായിട്ടും. അപ്പോൾ ആ 10,000 രൂപ ഇവരാരെങ്കിലും ചെയ്ത് തന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് എത്രയോ ഹാപ്പി ആവുമായിരുന്നു. പക്ഷേ ഈ 10,000 രൂപേനെ കൊണ്ട് ഞാൻ ഈ മുരളി അവരോടൊപ്പം അങ്ങോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്ക്, ഞാനും ഈ ദാമോദരൻ എന്ന് പറഞ്ഞ ആളും കൂടെ അങ്ങോട്ട് നടത്തി. സാറിന്റെ ഈ ജീവിതം തന്നെ ഒരു സ്റ്റോറിയാണ്. അതായത് ഇതുമാതിരി ഒത്തിരി നല്ല ബിസിനസ് പീപ്പിളുടെ ജീവിതം നല്ല സ്റ്റോറി ആയിട്ട്, വളരെ കഷ്ടത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജീവിതത്തിൽ നല്ല മനസ്സുകൊണ്ട് നല്ല ചിന്തകൾ കൊണ്ട് വളർന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ജീവിതം ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തു, ഒരു കഥമാരി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടായാലും ശരി, അദ്ദേഹത്തിനെ ചതിക്കാൻ ഉണ്ടായ മനുഷ്യന്മാരുടെ ജീവിതത്തിനും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു നല്ല കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതുക. നമ്മുടെ കേരളം നല്ലൊരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് പൂർത്തിയാവട്ടെ. എന്തായാലും ഞാൻ നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണാൻ സൈനിങ് ഓഫ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും നന്ദി. സോ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്. ഇവിടെ കർണാടകത്തെ ചീഫ് മിനിസ്റ്റർ വീരപ്പനായി കൊല്ലപ്പെട്ടു. ആ ചീഫ് മിനിസ്റ്ററുടെ പേരെന്താണ്? ഞാൻ ഒരിക്കൽ കൂടി പറയാം. കർണാടക ചീഫ് മിനിസ്റ്റർ, പണ്ടത്തെ എക്സ് ചീഫ് മിനിസ്റ്റർ വീരപ്പനായി കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ചീഫ് മിനിസ്റ്ററിന്റെ പേര് വിളിച്ച് പറയാം. വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231772 or 83. I repeat the number 0484231772 or 83. So viewers, anyways it was a long episode. തീർച്ചയായിട്ടും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണുക. Until then it's me Smita signing off.